വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. കഴിഞ്ഞ ഡിസംബർ 22 പുലർച്ചെ 4 മണിക്കാണ് കർണാടകയിലെ കോഗിലു ഗ്രാമത്തിലെ ഫക്കീർ കോളനി, വസീം ലേഔട്ട് എന്നിവിടങ്ങളിൽ കർണാടക ഗവൺമെന്റ് ബുൾഡോസർ ഉപയോഗിച്ച് കുടിയൊഴിപ്പിക്കൽ നടത്തിയത്. ഈ ബുൾഡോസർ രാജിനെതിരെ കർണാടകയിൽ മാത്രമല്ല കേരളത്തിലും ശക്തമായ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ഒരേ സമയം അതിക്രമം കാണിച്ച കർണാടക ഗവൺമെന്റിനു വേണ്ടി കേരളത്തിൽ കോൺഗ്രസും ലീഗും മറ്റു ഘടകകക്ഷികളും ഒന്നിച്ചു പൊരുതുമ്പോൾ കേരളത്തിലെ ഭരണപക്ഷമായ ഇടതുപക്ഷം കർണാടകയിലെ ബുൾഡോസർ രാജ് കുഴിച്ച് അതിൽ നിന്നും നിധിയെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനുവേണ്ടി സമയമില്ലാത്ത സമയം കണ്ടെത്തി ഓടിയെത്തിയിരിക്കുകയാണ് കെ.ടി. ജലീലും റഹീമും. ആദ്യമേ ഇടതുപക്ഷത്തോട് പറയട്ടെ, പുര കത്തുമ്പോൾ വാഴ വെട്ടാൻ കാണിക്കുന്ന ഈ തിടുക്കം കേരളത്തിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ഇനിയും കൊടുത്തു തീർക്കാത്ത വീടുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കുന്നതിൽ കാണിക്കും. ഇനിയും വാടക കൊടുക്കാൻ ഗതിയില്ലാത്തവരെ അതിൽ നിന്നും മോചിപ്പിക്കൂ. ഇതിനേക്കാൾ മോശമായ നിലയിൽ ബുൾഡോസർ രാജ് യോഗി നടപ്പിലാക്കിയപ്പോൾ ഇവരാരും യു.പിയിൽ പോയി യോഗിയോട് ഏറ്റുമുട്ടിയതും അവരെ ഏറ്റെടുത്തതും നമ്മളാരും കണ്ടിട്ടില്ല. ഇനി പറയാനുള്ളത് മുസ്ലിം ലീഗുകാരോടും KMCC-യോടുമാണ്. വെളുപ്പിച്ച് കയ്യിലുള്ളത് പിന്നിപ്പോകാതെ നോക്കണേ നിങ്ങൾ എന്നാണ്. ആൾ ഇന്ത്യ KMCC കർണാടക ബുൾഡോസർ രാജിനെ വിളിപ്പിക്കാൻ വേണ്ടി വലിയ വായിൽ കരയുന്നത് കേട്ടു. KMCC-യുടെ ഉറ്റവരും ഉടയവരും പറയുന്നത് കേരളത്തിലെ സോഷ്യൽ മീഡിയ പ്രചരണം കർണാടക ബുൾഡോസർ രാജ് വിഷയത്തിൽ വാസ്തവ വിരുദ്ധമാണ് എന്നാണ്. 300ഓളം വീടുകൾ തകർത്തെന്നും 3000-ഓളം ആളുകൾ ഭവനരഹിതരായെന്നും അത് ന്യൂനപക്ഷമായ മുസ്ലിം ജനസാമാന്യമായിരുന്നു എന്നുള്ളതും തീർത്തും അവാസ്തവമാണ് എന്നാണ്. നമുക്ക് ആ വീഡിയോ കണ്ട് തിരിച്ചു വരാം. ഗോകുല ലേഔട്ടിലെ വീടുകൾ പൊളിച്ചു മാറ്റി, അല്ലെങ്കിൽ കർണാടക ഗവൺമെന്റിന് എതിരെ ഒരു പ്രചരണം, വാർത്തകൾ, ന്യൂസുകൾ, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അതിന്റെ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇവിടെ ഉണ്ട്. ഓൾ ഇന്ത്യ KMCC-ന്റെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാരവാഹികൾ മുനീർക്ക, അതുപോലെ അനീഷക്ക, മറ്റ് ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വിശദീകരണം അനീഷ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ജനങ്ങൾക്ക്? തീർച്ചയായിട്ടും. ഇവിടെ നമ്മളെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ വളരെ രീതിയിലുള്ള തെറ്റിദ്ധാരണകളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാറ്ററുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ സംഗമ എന്ന് പറയുന്ന ഈ ഒരു ട്രസ്റ്റാണ് ഇതുവരെ സംരക്ഷിച്ചു പോരുകയും അതേപോലെ തന്നെ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം നടന്നത് മുതൽക്കേ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ജനങ്ങൾ വന്നപ്പോൾ അത് കറക്റ്റ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്ന മനോഹരൻ സാറും നന്ദിനി മേഡൊക്കെയാണ് ഇത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഒരു തെറ്റിദ്ധാരണ മാറി. അത് അവിടെ കർണാടക ഗവൺമെന്റ് ബുൾഡോസർ രാജ് നടപ്പിലാക്കിയോ എന്നുള്ളതാണ്. അത് ഭംഗിയായി നടപ്പിലാക്കി എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. അതുകൊണ്ടാണല്ലോ പലവിധ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ഇരകളുടെ താൽക്കാലിക ആവശ്യങ്ങളും ഭക്ഷണവും ചികിത്സയും ഒക്കെ നൽകാൻ തയ്യാറായി വന്നതും അതിനായുള്ള കോർഡിനേറ്റർമാർ ഉണ്ടായതും. ഇനി നമുക്ക് നോക്കാനുള്ളത് സോഷ്യൽ മീഡിയയിൽ പരത്തിയ മറ്റൊരു തെറ്റിദ്ധാരണ എന്താണെന്ന്. മുസ്ലിങ്ങൾ മാത്രമാണോ കുടിയൊഴിപ്പിക്കപ്പെട്ടത്? അതുപോലെ എത്രമാത്രം ജനങ്ങൾ തെരുവിന് അനാഥത്വം പേരേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടി നമുക്ക് ഇവരിൽ നിന്ന് തന്നെ കേൾക്കാം. അപ്പൊ നമ്മൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് 1 മണിക്കൂറോളം ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിധത്തിലുള്ള ഒരു പ്രചരണം ഇവിടെ നടന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ എന്താ കാണുന്നത്? ഇവിടെ ഒരു മുസ്ലിങ്ങളെ ഇവിടെ കുടിയൊഴിപ്പിച്ചു എന്നുള്ള നിലക്കുള്ള പ്രചരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒരിക്കലുമല്ല. കാരണം ഇവിടെ 20% ഹിന്ദുക്കളും ഉണ്ട്. റിലീജിയൻ പറയല്ല, എല്ലാവരും ഉള്ള ഒരു കോളനിയാണ് ഇത് മുസ്ലിങ്ങൾ മാത്രമുള്ള കോളനിയാണ്. ആ രീതിയിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതേ സ്ഥാനത്ത് മനോഹരൻ സാറും നന്ദിനി മേഡൊക്കെ വളരെ നല്ല രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള നിലയ്ക്ക് ബാംഗ്ലൂരിലെ KMCC-യുടെ നൗഷാഖാന്റെ നേതൃത്വത്തിൽ നിർദ്ദേശപ്രകാരം നമ്മളിവിടെ വന്നിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നമ്മളെ പാലിയേറ്റീവ് കോർഡിനേറ്റർ റിയാസിന്റെ നേതൃത്വത്തിലും സതീഷ് നേതൃത്വത്തിൽ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ ആവുന്ന സഹായങ്ങൾ ഇവരോട് സഹായങ്ങൾ ചെയ്യാമെന്നല്ല നമ്മൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മുഴുവനും ഏകദേശം 90%-ഉം പ്രചരണങ്ങളാണ്. ഇപ്പൊ നിലവിൽ ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഫുഡ് ആവശ്യപ്പെട്ടപ്പോൾ അവർ വേണ്ട എന്നാണ് പറഞ്ഞത്. അവര് നാളെ ഉച്ചയ്ക്ക് മീറ്റിംഗ് നടക്കുന്നുണ്ട്. എല്ലാ ചാരിറ്റി സംഘടനകളുടെയും മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിനുശേഷം നോക്കി അവർ പറയും എന്നാണ് പറഞ്ഞത്. പിന്നെയുള്ളതെന്ന് പറയുന്നത് ഇവിടെ 3000 ജനങ്ങളെ ഒഴിപ്പിച്ചു എന്നാണ്. ഇവിടെ ആകെ 150ഓളം വീടുകളാണ് ഇവിടെ കാലിയാക്കിച്ചത്. അതും മാത്രമല്ല 1000 ആൾക്കാരെയാണ് ഇവിടെ താമസിപ്പിച്ചിരുന്നത്. അതിൽ 250 ആൾക്കാർ ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇവർ 750 ആൾക്കാർ മാത്രമേ ഇവിടെയുള്ളൂ. അപ്പൊ ഇതിന്റെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ദുഷ്പ്രചരണമാണ് ഇല്ലാത്ത. നമ്മൾ മുകളിൽ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഓൾ ഇന്ത്യ KMCCയുടെ പ്രതിനിധികൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാവുന്നത് കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ 80% മുസ്ലിങ്ങളാണെന്നാണ്. അതായത് 100 പേരെ ഭവനരഹിതരാക്കിയപ്പോൾ അതിൽ 80 പേരും മുസ്ലിങ്ങളായിരുന്നു എന്നാണ്. അഥവാ ആ ചേരി നിവാസികളിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നു എന്ന്. ഇനി പുറന്തള്ളിയ ജനസംഖ്യ എത്രയാണ് എന്നതാണ്. 3000 എന്ന് സോഷ്യൽ മീഡിയയും മറ്റു പല പ്രധാന ചാനലുകളും പറയുമ്പോൾ KMCC പറയുന്നത് അത് 1000 പേർ മാത്രമാണെന്നാണ്. 300 വീടുകൾക്ക് പകരം 180 വീടുകളിൽ നിന്നുമാണ്. വീടുകളുടെ എണ്ണത്തിന്റെ കുറവോ ആളുകളുടെ എണ്ണത്തിന്റെ കുറവോ ചെയ്ത തെറ്റിനെ ലഘൂകരിക്കാനാവുന്നതല്ല. പിന്നെ ഇത് ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന, ഗവൺമെന്റിന്റെ വിവേചനാധികാരത്തിൽ വരുന്ന ഒന്നാണെങ്കിൽ ഇതിനെതിരെ നിയമത്തിന്റെ വഴികൾ സ്വീകരിക്കുമെന്ന് പറയുന്നതിൽ KMCCക്കും ലീഗിനും എന്ത് യുക്തിയാണുള്ളത്? പൊളിച്ചത് മുസ്ലിങ്ങളുടെ വീടുകൾ മാത്രമല്ല, പൊളിച്ചതിൽ 20% ഹിന്ദുക്കളുടെയും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അത് ബുൾഡോസർ രാജിനുള്ള ന്യായീകരണമാവുകയില്ല. KMCC ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ്. അവിടെ ജാതിയും മതവും നോക്കാറില്ലതാണ്. അതുപോലെ മുസ്ലിം ലീഗ് മുസ്ലിം ജനതയുടെയും മറ്റു ന്യൂനപക്ഷ വിഭാഗത്തിന്റെയും സമുദ്രണത്തിന് കൂടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അത്തരത്തിലുള്ള ഒരു പാർട്ടി ജാതി തിരിച്ച കണക്കുകൊണ്ട് തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഭവനരഹിതരായവർ, നിരാശ്രയരായവർ, അവർ ഹിന്ദുവോ മുസ്ലിമോ എന്നതല്ല വിഷയം, അവർ മനുഷ്യരാണ് എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് തന്നെ അവരെ തെരുവിലേക്ക് ആട്ടിയിറക്കും മുമ്പ് അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി ഒരുക്കുകയായിരുന്നു ഒരു ജനപക്ഷ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ കേരളത്തിലെ നേതാക്കൾ പറയുന്നുണ്ട്, സിദ്ധരാമയ്യ ഗവൺമെന്റ് ഇരകളെ പുനരധിവസിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന്. എന്നാൽ അതെന്ന് എന്ന ചോദ്യം അനന്തമായി നീളുന്നതാണ്. ഇതുവരെയും ജീവിത നിലവാരം മോശമായ ജനതയെ അവരെ പുനരധിവസിപ്പിക്കുമെന്ന് വാക്ക് നൽകിയ ഒരു ഗവൺമെന്റും അത് കൃത്യസമയത്ത് പൂർത്തിയാക്കിയതായി ചരിത്രമുണ്ടായിട്ടില്ല. കേരളത്തിലെ പുത്തുമലയും മുണ്ടക്കയും ചൂരൽമലയുമെല്ലാം കളങ്കമില്ലാത്ത ആ വാഗ്ദാനങ്ങളുടെ നേർസാക്ഷ്യമാണ്. സ്വന്തമായി മണ്ണും ഭവനവുമില്ലാതെ അനാഥത്വം പേറുന്ന ജനത വിണ്ണും നോക്കി കിടക്കുമ്പോൾ അവരുടെ പുനരധിവാസം ഒച്ചിഴയുന്ന വേഗത്തിലാണ് എന്നും അതിനുവേണ്ടിയുള്ള പണം പിരിച്ചെടുക്കാനോ പിരിച്ചു കിട്ടാനോ അല്ല, പകുത്തു നൽകാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ്. ചിലർ പറയുന്നു ഗവൺമെന്റ് ആ വീടുകളെല്ലാം പൊളിച്ചു മാറ്റാൻ കാരണം അത്രക്ക് മനുഷ്യവാസ യോഗ്യമല്ല ആ ചേരി എന്നുള്ളത് കൊണ്ടാണ് എന്ന്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, മനുഷ്യവാസം അപ്രാപ്യമായ ഈ ചേരിയിൽ ഇത്രയും കാലം ഈ മനുഷ്യജീവികൾ ഇവിടെ പുഴുക്കളെ പോലെ ജീവിച്ചു എന്ന് പറയാൻ മാറി മാറി കർണാടകം ഭരിച്ച ഗവൺമെന്റുകൾക്ക് നാണമില്ല. 10-30 വർഷക്കാലം ഈ ചേരിയിൽ ഞങ്ങളും മനുഷ്യരാണെന്ന് പറഞ്ഞ് ജീവിക്കുകയും മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് മനസ്സറിഞ്ഞ് വോട്ട് നൽകുകയും ചെയ്ത ഈ പാവം മനുഷ്യരെ ഇതുവരെയും പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി കണ്ടെത്താതെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ആട്ടിയിറക്കുകയും അതിനുശേഷം പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ ദുഷ്ടലാക്കിനെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? നമ്മുടെ കോൺഗ്രസ് നമ്മുടെ ഭരണമെന്ന് ഊറ്റം കൊള്ളുന്ന അതേ ജനത തന്നെയാണ് നെറികെട്ട ഭരണമെന്നും നെറികേടിന്റെ കോൺഗ്രസ് എന്നും പറയുന്നത്. ഭരിക്കുന്നവർക്ക് ചേരികളിലെ ജനങ്ങൾ പുഴുക്കളാണ്, ഭരണം കാത്തുകിടക്കുന്നവർക്ക് അവർ ദൈവതുല്യരാണ്. ഈ രണ്ടു കൂട്ടർക്കുമിടയിൽ പാപികളാണ് ജനങ്ങൾ.